അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ഇവരോട് ഇങ്ങനെ ഡയലോഗ് അടിച്ച് ഞാൻ പുറത്തേക്ക് പോകുന്നത്. സ്കൂളിന്റെ പുറത്ത് 4-5 ഷോപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഫാൻസിയിൽ പോയി കയറി, പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനൊന്നുമില്ല. അങ്ങനെ അവിടെ പോയി ചുമ്മാ നിൽക്കുമ്പോണ്ട് സ്കൂൾ ഗേറ്റിന്റെ പുറത്ത് 10th വെച്ച് നിറഞ്ഞു നിൽക്കുന്നു. ഞാനും എന്റെ ഫ്രണ്ടും കൂടി പഠിച്ചോനെ ഇനി എങ്ങോട്ടേക്ക് ഓടുന്നുള്ള എക്സ്പ്രഷനിൽ നിൽക്കുക. നിങ്ങളിത് കേൾക്കണം. അന്നേരം ഡയലോഗ് അടിച്ച് പോകുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഇവരാണെങ്കിൽ പോകുന്നില്ല, നീ ഇങ്ങോട്ട് വാടി എന്നുള്ള ഭാവത്തിൽ നിൽക്കുക. അന്ന് ഈ ഇന്റർവെല്ലിൽ കഴിയുന്ന വരെ ആ ഫാൻസിയിൽ ഓരോന്നും നോക്കി അവിടെ നിന്ന് ഒപ്പിച്ച് ഞങ്ങള്. അന്ന് എന്റെ ഭാഗ്യത്തിന് ഞങ്ങളെക്കാളും 10 മിനിറ്റ് മുൻപോലേക്ക് ബെല്ലടിക്കും ക്ലാസ് കയറാൻ. അതുകൊണ്ട് മാത്രം ഓലൊക്കെ അവിടെ നിന്ന് പോയി. ഞാനും എന്റെ ഫ്രണ്ടാണ് അന്ന് ലാസ്റ്റ് സ്കൂളിൽ കയറുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോണ്ട് ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ എന്നോട് വന്ന് ചോദിച്ച്, നീയും 10th ആയിട്ട് എന്താ മോളെ സീനെന്ന്. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യുന്നു. ഓല് കുറെ നേരമായിട്ട് നിന്നെയും ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോള്. ഞാനും എന്റെ ഫ്രണ്ടും കൂടെ തൽക്കാലം കഴിച്ചില്ല എന്നുള്ള ഭാവത്തിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സിനോട് കംപ്ലൈന്റ് ചെയ്തുകൂടെയെന്ന്. മിസ്സിനോട് ഞാൻ കംപ്ലൈന്റ് ചെയ്യാഞ്ഞത് എന്റെ ഭാഗത്തുനിന്ന് തെറ്റുള്ളതുകൊണ്ടാ. അതായത് ആ പറഞ്ഞ ട്രെൻഡ് സ്കൂളിൽ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇതിപ്പോ പോയി കംപ്ലൈന്റ് ചെയ്താൽ എല്ലാം കൂടി എന്റെ തലയിൽ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചു കാലം കൂടി ഞാൻ അത് അങ്ങനെ തന്നെ വിട്ട്. അങ്ങനെ ഫൈനലി ഞാൻ ആ ഡിസിഷൻ എടുത്തു, എന്തായാലും കംപ്ലൈന്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എന്തിനാ വെറുതെ അന്നോലെ അങ്ങനെ പേടിച്ച് നിന്നേന്നൊക്കെ.